Hello everyone, welcome back to our class. It's me Ambili and this is our first grammar session. Today we are going to learn parts of speech. You know that every word is a part of speech. There are thousands of words but they don't all have the same job. For example, some words express action, some words express things, but some other words join one word to another word. ഇങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷനാണ് ഓരോ വേർഡിനും ഉള്ളത്. സോ വി ക്യാൻ സേ ദീസ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി ലാംഗ്വേജ്. ഓക്കെ, യു ജസ്റ്റ് തിങ്ക് ഓഫ് ദം ലൈക്ക് ദി പാർട്ട് ഓഫ് എ ഹൗസ്. ഈച്ച് പാർട്ട് ഓഫ് ദി ഹൗസ് ഹാസ് ഡിഫറെൻറ്റ് ജോബ്. ഓരോ പാർട്ടിനും ഡിഫറെൻറ്റ് ജോബാണുള്ളത്. ലൈക്ക് ദാറ്റ് വെൻ വി വാണ്ട് ടു ബിൽഡ് എ സെൻറ്റൻസ് വി യൂസ് ദി ഡിഫറെൻറ്റ് വേർഡ്സ്. ഈച്ച് ടൈപ്പ് ഓഫ് വേർഡ് ഹാസ് ഡിഫറെൻറ്റ് ജോബ്സ്. ഒരു സെൻറ്റൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് വേർഡ്സ് വേണം. ഈ ഡിഫറെൻറ്റ് വേർഡ്സിനും ഡിഫറെൻറ്റ് ഫങ്ഷനാണുള്ളത്. ഓക്കെ, ഗ്രീക്സ് were the first people who classified words into different groups according to their grammatical function. ഈ ഓരോ വേർഡ്സിൻ്റെയും ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻ അനുസരിച്ചിട്ട് ഇവയെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ആർ കോൾഡ് പാർട്സ് ഓഫ് സ്പീച്ച് ഓർ വേർഡ് ക്ലാസ്. പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ മറ്റൊരു പേര് വേർഡ് ക്ലാസ്. Okay, that means parts of speech indicates how the word functions in meaning as well as grammatically within the sentence. We can categorize the English words into 8 groups. They are noun, pronoun, adjective, verb, adverb, preposition, conjunction and interjection. ഇങ്ങനെ 8 ഗ്രൂപ്പായിട്ട് പാർട്സ് ഓഫ് സ്പീച്ചിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് നൗൺ. നൗൺസ് ഐഡൻറ്റിഫൈ ദി നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, ആനിമൽ, ക്വാളിറ്റി ഓർ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സ് മീൻസ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അമ്പിളി, അമ്പിളി അല്ലെങ്കിൽ വേറെ ഏത് പേരാണെങ്കിലും അതൊരു നൗണായിരിക്കും. ദെൻ ഒരു സ്ഥലത്തിൻ്റെ പേര് വരാം, കോഴിക്കോട്. ഓക്കെ, ദെൻ ഗേൾ അല്ലെങ്കിൽ ബോയ്, കേക്ക്, ഷൂസ്, ടീച്ചർ, ഫ്ലവർ, കാറ്റ്, ഗോൾ, കറേജ് ആൻഡ് ചൈൽഡ്ഹുഡ്. ഇതൊക്കെ നൗൺസ് ആണ്. കറേജ് എന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ്. കറേജ് എന്നല്ല ഇത് വായിക്കേണ്ടത്, കറേജ് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊരു ക്വാളിറ്റിയാണ്. ദെൻ ചൈൽഡ്ഹുഡ്, അതൊരു സ്റ്റേറ്റ് ഓഫ് ബീങ് ആണ്. അതായത് നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴുണ്ടായിരുന്ന ആ ഒരു കുട്ടിക്കാലത്തിനാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ നോക്കാം. ദിസ് ഫോട്ടോഗ്രാഫ് റിമൈൻഡ്സ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ്. ഇവിടെ ഫോട്ടോഗ്രാഫ് എന്നുള്ളതും ചൈൽഡ്ഹുഡ് എന്നുള്ളതും രണ്ടും നൗണാണ്. ദെൻ റോഹൻ ഈസ് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ റോഹനും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റും രണ്ടും നൗണാണ്. ദെൻ ആപ്പിൾസ് ആർ ഡെലീഷ്യസ്. ഇവിടെ ആപ്പിൾസ് എന്നുള്ളത് നൗണാണ്. ഓക്കെ, ഇനി ഈ നൗൺസിനെ തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, മെറ്റീരിയൽ നൗൺ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ജനറലായിട്ട് ജസ്റ്റ് എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചും ഒന്ന് പറഞ്ഞു പോവാണ്. അതിനുശേഷം ഓരോന്നും സെപ്പറേറ്റ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് പ്രോനൗൺ. എ പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ്, നൗണിന് പകരം നിൽക്കുന്ന വേർഡാണ് പ്രോനൗൺ. ഇറ്റ് അവോയ്ഡ്സ് ദി റെപ്പിറ്റീഷൻ ഓഫ് ദി നൗൺ. നൗൺ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അതൊരു ബോറായിട്ട് തോന്നും. അതിന് പകരമാണ് ഈ പ്രോനൗൺ ഉപയോഗിക്കുന്നത്. അതേസമയം നൗൺ ചെയ്യുന്ന എല്ലാ ഫങ്ഷനും പ്രോനൗണും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, സം, ദിസ്, ദീസ്, എവ്രി വൺ, ഇതൊക്കെ പ്രൊനൗൺസ് ആണ്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. ദേ ആർ ഗുഡ് അറ്റ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ. ഇവിടെ ഒരു സെൻറ്റൻസും കൂടെ ഉണ്ടെന്ന് വിചാരിക്കും ഇതിന് മുൻപ്. അതായത് ജോൺ ആൻഡ് സാം ആർ ഫ്രണ്ട്സ്. ജോൺ ആൻഡ് സാം ആർ ഗുഡ് അറ്റ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ. രണ്ട് സെൻറ്റൻസിലും ജോൺ ആൻഡ് സാം എന്ന് പറഞ്ഞ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതൊരു ബോറായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ ജോൺ ആൻഡ് സാം ആർ ഫ്രണ്ട്സ്, ദെൻ ദേ ആർ ഗുഡ് അറ്റ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ ജോൺ ആൻഡ് സാം എന്ന് പറയുന്നതിന് പകരമാണ് ദേ എന്ന് പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ ദേ ഒരു പ്രൊനൗൺ ആണ്. ഓക്കെ, ദെൻ എവരി വൺ വാണ്ട്സ് ടു ഇംപ്രൂവ് ദംസെൽസ്. ഇവിടെ എവരി വൺ എന്നുള്ളതും ദംസെൽസ് എന്നുള്ളതും പ്രൊനൗൺ ആണ്. ഓക്കെ, തേർഡ് വൺ ഈസ് ആഡ്ജക്റ്റീവ്. ആൻ ആഡ്ജക്റ്റീവ് മോഡിഫൈസ് ഓർ ഡിസ്ക്രൈബ്സ് എ നൗൺ ഓർ എ പ്രൊനൗൺ. അതായത് ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. ഒരു നാമത്തെ അല്ലെങ്കിൽ ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആഡ്ജക്റ്റീവ്. ആഡ്ജക്റ്റീവ് പൊതുവെ ഒന്നെങ്കിൽ നൗണിന് മുൻപ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം ആണ് വരാറ്. ഓക്കെ, ലോങ്, ബ്യൂട്ടിഫുൾ, ബ്രൈറ്റ്, പുവർ, ടോൾ, ഓയിലി ഇതൊക്കെ ആഡ്ജക്റ്റീവ്സ് ആണ്. ഇത് മാത്രമല്ല ഒരുപാട് ആഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് ഇവിടെ തന്നിട്ടുള്ളൂ. എക്സാമ്പിൾ, ദി മൂവി വാസ് ഫണ്ണി. വെൻ വി ആർ ഡിസ്ക്രൈബിംഗ് ദി മൂവി വിത്ത് ദിസ് വേർഡ് ഫണ്ണി വി ആർ യൂസിങ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഇവിടെ ഈ മൂവിയെ ഫണ്ണി എന്ന വേർഡ് വെച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ദെൻ അനദർ എക്സാമ്പിൾ, ദ ലിവ് ഇൻ എ ബ്യൂട്ടിഫുൾ ഹൗസ്. അവർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട് എങ്ങനെയുള്ളതാണ്? ബ്യൂട്ടിഫുൾ. ആ വീടിനെ പറ്റി വർണ്ണിക്കാനാണ് ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന വേർഡ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫോർത്ത് പോയിന്റ്, വേർബ്സ്. വേർബ്സ് ആർ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ആക്ഷൻസ് വെദർ ഫിസിക്കൽ ഓർ മെൻ്റൽ. അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് വേർബ് യൂസ് ചെയ്യുന്നത്. ആ ആക്ഷൻ ഒന്നുകിൽ ഫിസിക്കലാകാം അല്ലെങ്കിൽ മെൻ്റൽ ആകാം. ഫിസിക്കൽ ആക്ഷൻസ് ഐ മീൻ ജംപ്, സിങ്, റൈറ്റ് എക്സെട്ര. മെൻ്റൽ ആക്ഷൻസ് ലവ്, തിങ്ക്, ലൈക്ക്. ഓക്കെ, ഇനി ഒരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നത് ആരാണ്? വേർബാണ്. അതുകൊണ്ട് തന്നെ വേർബിനെ ആ സെൻറ്റൻസിൻ്റെ ഹാർട്ട് ആണെന്ന് പറയാം. ഓക്കെ, ആസ് ദി ഹാർട്ട് ഓഫ് എ സെൻറ്റൻസ് വേർബ് ഷോസ് വാട്ട് ദി സബ്ജക്റ്റ് ഈസ് ഡൂയിങ് ഓർ ഫീലിംഗ്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. അതേപോലെ ആം, ഈസ്, ആർ, വാസ്, വെയർ അതൊക്കെ വേർബാണ് കേട്ടോ. എക്സാമ്പിൾ, വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ഫ്രീസസ് എന്നത് വേർബാണ്. ദെൻ ഹീ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു യു. ഇവിടെ ഈസ് സിറ്റിംഗ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ടെൻസ് എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഇവിടെ ഈസ് സിറ്റിംഗ് എന്നുള്ളതാണ് വേർബ്. ദെൻ യു ആർ എ ഗ്രേറ്റ് സിംഗർ. ഇവിടെ ആ എന്ന് പറഞ്ഞാൽ ആകുന്നു. നിങ്ങളൊരു ഗ്രേറ്റ് സിംഗർ ആകുന്നു. ഇവിടെ ആകുന്നു എന്നുള്ളതാണ് വേർബ്. ഓക്കെ, ദെൻ ഐ വിൽ കോൾ യു ലേറ്റർ. വിൽ കോൾ അതായത് ഫ്യൂച്ചർ ടെൻസ് ആണ് വിൽ കോൾ എന്ന് പറഞ്ഞത്. ഞാൻ വിളിക്കും, ഞാൻ പിന്നീട് നിങ്ങളെ വിളിക്കും. അപ്പോൾ വിൽ കോൾ എന്നുള്ളതാണ് വേർബ്. ദെൻ ഐ ലവ് യു. ഐ ലവ് യു അവിടെ ലവ് അതൊരു ഫീലിംഗ് ആണ്. ഓക്കെ, ഇവിടെ ലവ് ആണ് വേർബ്. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ്, ആഡ്വേർബ്. ആൻ ആഡ്വേർബ് ഈസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ആഡ്ജക്റ്റീവ്, എ വേർബ് ഓർ ആൻ ആഡ്വേർബ്. ആഡ്വേർബ് എന്ന പദത്തിൻ്റെ മലയാളം മീനിങ് ക്രിയാവിശേഷണം എന്നാണ്. ബട്ട് ഒരു ആഡ്വേർബ് ക്രിയയെ മാത്രമല്ല വിശേഷിപ്പിക്കുക. ഒരു ആഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കാം, അതോടൊപ്പം മറ്റൊരു ആഡ്വേർബിനെ തന്നെ വിശേഷിപ്പിക്കാനും ആഡ്വേർബ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ, ഐ entered the room quietly. Here the word quietly describes how you entered the room. അതായത് ഞാൻ റൂമിലേക്ക് വന്ന ആ ഒരു രീതി അതിനെ വിശേഷിപ്പിക്കാനായിട്ടാണ് ഇവിടെ ക്വയറ്റ്ലി എന്ന ആഡ്വേർബ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് entered എന്ന വേർബിനെയാണ് ക്വയറ്റ്ലി എന്ന ആഡ്വേർബ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദെൻ അനദർ എക്സാമ്പിൾ, ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ്. ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന ആഡ്ജക്റ്റീവിനെയാണ് വെരി എന്ന ആഡ്വേർബ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദെൻ ദി എയ്റോപ്ലെയിൻ ലാൻഡഡ് ക്വയറ്റ് സേഫ്ലി. ഇവിടെ സേഫ്ലി എന്ന ആഡ്വേർബിനെയാണ് ക്വയറ്റ് എന്ന ആഡ്വേർബ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. Then preposition. Preposition tells you the relationship between other words in a sentence.
അതായത് പ്രിപ്പസിഷൻ എന്ന പദം അതേ വാക്യത്തിലുള്ള മറ്റേതെങ്കിലും വാക്കുകളുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രിപ്പസിഷൻ പൊതുവെ ഒന്നെങ്കിൽ നൗണിന് മുൻപ് അല്ലെങ്കിൽ ഒരു പ്രൊനൗണിന് മുൻപാണ് വരാറ്. ഓക്കെ, ഇനി ഈ പ്രിപ്പസിഷൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എ പ്രിപ്പസിഷൻ ഈസ് എ വേർഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ, പ്രൊനൗൺ ഓർ നൗൺ ഫ്രേസ് ടു ഷോ ഡയറക്ഷൻ, ഡയറക്ഷനെ കാണിക്കാൻ, ദെൻ ടൈം, place, location, spatial relationships or to introduce an object. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ പ്രൊപ്പോസിഷൻ ഉപയോഗിച്ചാണ് ഒരു സെൻറ്റൻസിൽ കാണിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇൻ, അറ്റ്, ഓൺ, ഓഫ്, ടു, ബൈ, വിത്ത്. ഇനിയുണ്ട് ബിറ്റ്വീൻ, എമംഗ് ഒക്കെ പ്രൊപ്പോസിഷൻസ് ആണ്. ഞാൻ ഇവിടെ കുറച്ച് തന്നിട്ടുള്ളതെന്നുള്ളൂ. എക്സാമ്പിൾ ഷീ പുട്ട് ദി പിസ്സ ഇൻ ദി ഓവൻ. ഇവിടെ പിസ്സ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഓവനിലാണ്. ഇവിടെ ഇൻ എന്ന പ്രൊപ്പസിഷൻ ഇല്ലെങ്കിൽ ഈ പിസ്സ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല. ഈ സെൻറ്റൻസിൽ ആ പിസ്സ ഓവനിലാണ് വെച്ചിരിക്കുന്നത് എന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻ എന്ന പ്രൊപ്പസിഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഫാദർ ഈസ് ആംഗ്രി വിത്ത് യു. ഫാദറിന് നിന്നോട് ദേഷ്യം പിടിച്ചിരിക്കുന്നു. ഓക്കെ, ഫാദർ ഈസ് ആംഗ്രി വിത്ത് യു. ഇവിടെ വിത്ത് എന്നതാണ് പ്രൊപ്പസിഷൻ. ദെൻ ദി ക്ലോക്ക് ഈസ് ഓൺ ദി വോൾ. ദി ക്ലോക്ക് ഈസ് ഓൺ ദി വോൾ. ക്ലോക്ക് എവിടെയാണ്? വോളിലാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഓൺ എന്ന പ്രൊപ്പസിഷൻ യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ കൺജങ്ഷൻ. എ കൺജങ്ഷൻ ഈസ് എ വേർഡ് ദാറ്റ് കണക്ട്സ് വേർഡ്സ്, സെൻറ്റൻസസ്, ഫ്രേസസ് ഓർ ക്ലോസസ്. അതായത് വാക്കുകൾ തമ്മിലോ സെൻറ്റൻസുകൾ തമ്മിലോ ക്ലോസസ് തമ്മിലോ ഫ്രേസസ് തമ്മിലോ ഒക്കെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പദങ്ങളാണ് കൺജങ്ഷൻസ്. ഏതൊക്കെയാണ് കൺജങ്ഷൻസ് എന്ന് നോക്കാം. ആൻഡ്, ബട്ട്, ആസ്, ബിഫോർ, വെദർ, ദോ, ബിക്കോസ്, അൺലെസ്, ഫോർ, നെയ്തർ, നോ അല്ലെങ്കിൽ എയ്തർ ഓർ, ആസ് സൂൺ ആസ് ഒക്കെ കൺജങ്ഷൻസ് ആണ്. ഇനിയും ഒരുപാടുണ്ട്, ഞാനെല്ലാം ഇവിടെ തന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അതേപോലെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഒക്കെ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ സാം ആൻഡ് ജോൺ ആർ ഫ്രണ്ട്സ്. സാമും ജോണും ഫ്രണ്ട്സ് ആവുന്നു. ഇവിടെ സാമിനെയും ജോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ആൻഡ് എന്ന കൺജങ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ദെൻ അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. നീ വർക്ക് ചെയ്യാത്ത പക്ഷം നീ ഫെയിലാവും. ഇവിടെ അൺലെസ് എന്ന് പറഞ്ഞാൽ അല്ലാതെ, അല്ലാത്ത പക്ഷം എന്നുള്ള മീനിങ് ആണ്. ഇവിടെ അൺലെസ് എന്നതാണ് കൺജങ്ഷൻ. ഓക്കെ, നീ വർക്ക് ചെയ്യാത്ത പക്ഷം നീ ഫെയിലാവും. അതിനെ കാണിക്കാനാണ് ഇവിടെ അൺലെസ് എന്ന കൺജങ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഹി വർക്ക്ഡ് ഹാർഡ് ബട്ട് ഹി ഫെയിൽ. അവൻ നന്നായി വർക്ക് ചെയ്തു, നന്നായി പരിശ്രമിച്ചു, എന്നാൽ അവൻ ഫെയിലായി. ഇവിടെ എന്നാൽ എന്ന വേർഡ് ബട്ട് എന്ന കൺജങ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഹി വർക്ക്ഡ് ഹാർഡ് ബട്ട് ഹി ഫെയിൽഡ്. ഓക്കെ, ലാസ്റ്റ് വൺ, ഇൻ്റർജെക്ഷൻസ്. ആൻ ഇൻ്റർജെക്ഷൻ ഈസ് എ വേർഡ് ദാറ്റ് എക്സ്പ്രസസ് എ സഡൻ ഫീലിംഗ് ഓർ ആൻ ഇമോഷൻ. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഫീലിങ്സിനെ അല്ലെങ്കിൽ ഇമോഷൻസിനെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് ഇൻ്റർജെക്ഷൻസ്. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഭയം, ദേഷ്യം, സന്തോഷം, ആശ്ചര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് ഇൻ്റർജെക്ഷൻസ്. എപ്പോഴും ഇൻ്റർജെക്ഷൻ വേർഡ്സിന് ശേഷം എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഏതൊക്കെ പദങ്ങളാണ് ഇൻ്റർജെക്ഷൻസ് എന്ന് നോക്കാം. വൗ, ഹായ്, ഓ, ആ, ഹേയ് ഇതൊക്കെ ഇൻ്റർജെക്ഷൻസ് ആണ്. ഓ ഇറ്റ് വാസ് ഹൊറിബിൾ. ഇവിടെ ഒരു വ്യസനത്തെയാണ് കാണിക്കുന്നത്. അതായത് ഓ എന്നതാണ് ഇവിടുത്തെ ഇൻ്റർജെക്ഷൻ. ഓയിന് ശേഷം ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് കാണാം. ദെൻ വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ഇവിടെ വൗ എന്നത് ഒരു ആശ്ചര്യത്തെ കാണിക്കാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൗ എന്നതാണ് ഇൻ്റർജെക്ഷൻ. ദെൻ ഹുറാ, വി വൺ ദി ഗെയിം. ഹുറാ, വി വൺ ദി ഗെയിം അത് സന്തോഷത്തെ പ്രകടിപ്പിക്കാനാണ്. ഓക്കെ, ഇവിടെ ഹുറ എന്നതാണ് ഇൻ്റർജെക്ഷൻ. ഓക്കെ, ഇനി പാർട്സ് ഓഫ് സ്പീച്ചിനെ രണ്ട് മേജർ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മോഡേൺ സ്കോളേഴ്സ് ഹാവ് ക്ലാസിഫൈഡ് വേർഡ്സ് ഇൻടു 2 മേജർ ക്ലാസ്സസ്. ദേ ആർ ഓപ്പൺ ക്ലാസ് വേർഡ്സ് ഓർ കണ്ടന്റ് വേർഡ്സ് ആൻഡ് ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ് ഓർ ഫങ്ഷൻ വേർഡ്സ്.
ഓപ്പൺ ക്ലാസ് വേർഡ്സിൻ്റെ മറ്റൊരു പേരാണ് കണ്ടന്റ് വേർഡ്സ്. ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സിൻ്റെ മറ്റൊരു പേരാണ് ഫങ്ഷൻ വേർഡ്സ്. ഓപ്പൺ ക്ലാസ് വേർഡ്സ് ആർ ഓപ്പൺ ഇൻ ദി സെൻസ് ദാറ്റ് ന്യൂ മെമ്പേഴ്സ് ക്യാൻ ബി ആഡഡ് ടു ദെയർ ഗ്രൂപ്പ്. അതായത് ഓപ്പൺ ക്ലാസ് വേർഡ്സ് ഓപ്പൺ ആയിരിക്കും, അതിലേക്ക് ന്യൂ മെമ്പേഴ്സിനെ അവർ ആക്സെപ്റ്റ് ചെയ്യും. ഐ മീൻ നൗൺ അല്ലെങ്കിൽ വേർബ് ഒക്കെ പുതിയതിനെ ആക്സെപ്റ്റ് ചെയ്യും അവർ. ഓക്കെ, എക്സാമ്പിൾ കമ്പ്യൂട്ടർ ടെക്നോളജി ഒക്കെ വന്ന സമയത്ത് അവർ പുതിയ നൗൺസിനെയും വേർബ്സിനെയും ഒക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നൗൺസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇൻ്റർനെറ്റ്, വെബ്സൈറ്റ്, മൾട്ടിമീഡിയ അതൊക്കെ. അതേപോലെ വേർബ് ഡബിൾ ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, റീബൂട്ട്, അപ്ലോഡ്, ഡൗൺലോഡ്, ഇതൊക്കെ വേർബ്സ് ആണ്. ഇതിനെയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ക്ലാസ് വേർഡ്സിലേക്ക്. അതേസമയം ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ് ആർ ക്ലോസ്ഡ് ഇൻ ദി സെൻസ് ദാറ്റ് ന്യൂ മെമ്പേഴ്സ് കെ നോട്ട് ബി ആഡഡ് ടു ദെയർ ഗ്രൂപ്പ്. അതിലേക്ക് ന്യൂ മെമ്പേഴ്സിനെ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി ഈ ഓപ്പൺ ക്ലാസ് വേർഡ്സിലും ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സിലും വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൺ ക്ലാസ് വേർഡ്സ് ഇൻക്ലൂഡ് നൗൺസ്, adjective, verbs, adverbs. Then closed class words include auxiliary verbs, determiners, pronouns, prepositions and conjunctions. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നൗൺസിനെ പറ്റിയാണ് എടുക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ഓക്കെ, താങ്ക് യു.